RDX ആദ്യ വിഷയത്തിലേക്ക് വന്യമൃഗ ആക്രമണങ്ങളിൽ മനുഷ്യജീവൻ നഷ്ടമായി എന്നതൊരു പതിവ് വാർത്തയായി മാറിയിരിക്കുന്നു കേരളത്തിൽ. നട്ടുനനച്ചുണ്ടാക്കുന്ന കൃഷിയും കിടന്നുറങ്ങുന്ന വീടിനും ഭീഷണി നേരിടുന്ന മനുഷ്യർ കേരളത്തിൻ്റെ ആകെ കണ്ണീരാണ്. പിന്നിലെ ഇടതുകാലിന് പരിക്കേറ്റ നിലയിൽ 10 വയസ്സുള്ള കടുവയെ കണ്ട ഭീതിയിലായിരുന്നു ആഴ്ചകളായി ഇടുക്കിയിലെ ഗ്രാമ്പി എന്ന തോട്ടം തൊഴിലാളി മേഖല. കടുവയെ കൂടുവെച്ച് പിടികൂടാനുള്ള ശ്രമം വിഫലമായതോടെയാണ് മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചത്. അതിനിടയിലായിരുന്നു വനപാലക സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണവും പ്രതിരോധവും ഉണ്ടായത്. കടുവ ഒരു നിരന്തര വാർത്തയാകുമ്പോഴും കേരളത്തിലെയും രാജ്യത്തെയും കടുവ വർധന നിരക്ക് എങ്ങനെയാണ്? കടുവയെ പിടികൂടുന്നതിലെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ്? കേരളത്തിൽ കടുവയുടെ ആക്രമണത്തിൽ എത്ര ജീവൻ പൊലിഞ്ഞു? ഈ വിഷയമാണ് RDX ഒന്നാമതായി പരിശോധിക്കുന്നത്. ആദ്യം വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇന്ന് സംഭവിച്ചത് നോക്കി വരാം. 59 സെക്കൻഡിൽ. ദൗത്യസംഘത്തെയും കണ്ടുനിന്നവരെയും അവസാന നിമിഷം വരെയും ഭീതിയിൽ നിർത്തി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ. മയക്കുവെടിയേറ്റതിന് പിന്നാലെ ഫോറസ്റ്റ് വാച്ചർ മനുവിന് നേരെ കടുവ ചാടി വീണു. മനുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഫൈബർ ഷീൽഡും ഹെൽമറ്റും കടുവയുടെ ആക്രമണത്തിൽ തകർന്നു. പിന്നാലെ വനംവകുപ്പ് ജീവനക്കാർ സ്വയരക്ഷാർത്ഥം പലതവണ വെടിയുതിർത്തു. പുലർച്ചെ ഗ്രാമ്പി മേഖലയിലിറങ്ങിയ കടുവയ്ക്കായി ഡ്രോൺ നിരീക്ഷണവുമായി ഫോറസ്റ്റ് സംഘവും നിലയുറപ്പിച്ചു. 11 മണിയോടെ സംഘം കടുവയ്ക്ക് 10 മീറ്റർ അകലെയെത്തി. ആദ്യ ഡോസ് മയക്കുവെടി ഏൽക്കാതെ വന്നതോടെ രണ്ടാമത്തെ മയക്കുവെടി. ഇതോടെയാണ് കടുവ ദൗത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്തത്. ഒരാഴ്ച മുമ്പാണ് ജനവാസ മേഖലയിൽ കാലിന് പരിക്കേറ്റ നിലയിൽ കടുവയെത്തിയത്. കടുവയുടെ പരിക്ക് ഗുരുതരമാണെന്നും ആരോഗ്യസ്ഥിതി മോശമാണെന്നും കണ്ടെത്തിയതോടെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ നമുക്ക് ആദ്യത്തെ വിഷയമാണ്, വളരെ വിശദമായിട്ട് പരിശോധിച്ചിട്ട് വരാം. രാജ്യത്തെ ആകെയും കേരളത്തിലെയും കടുവ കണക്കുകളിലേക്ക് ആദ്യം നമുക്ക് പോയിട്ട് വരാം. കടുവ നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ മൃഗമാണ്. പ്രത്യേക സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന മൃഗമാണ് കടുവ എന്നത്. നമുക്ക് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും തൊട്ട് എന്ന് വരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. വംശനാശ ഭീഷണി നേരിടുന്നതാണ്. 2022 സെൻസസിൽ രാജ്യത്ത് ആകെ 3167 കടുവകളാണ് ഉള്ളത്. 3167 എന്നതാണ് രാജ്യത്തെ ആകെയുള്ള കണക്ക്. പിന്നീട് വംശനാശ ഭീഷണി നേരിടുന്നതിനാൽ പ്രത്യേക സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന മൃഗമാണ് ഇന്ത്യയിൽ കാണുന്ന ബംഗാൾ കടുവകൾ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള സംസ്ഥാനങ്ങൾ ഇവയാണ്. മധ്യപ്രദേശ് 785 കടുവകളുണ്ട്. കർണാടകയിൽ 563, ഉത്തരാഖണ്ഡിൽ 560, മഹാരാഷ്ട്രയിൽ 444, കേരളത്തിൽ 213 കടുവകൾ എന്നതാണ് നമ്മുടെ കൈവശമുള്ള കണക്ക്. കടുവകൾ പ്രത്യേക അതിർത്തി പുലർത്തുന്ന ഒരു ടെറിട്ടോറിയൽ രീതിയിൽ ജീവിക്കുന്ന ജീവിയാണ് നമുക്കറിയാം. കൂടുതൽ കടുവകൾ മധ്യ ഇന്ത്യയിലും പൂർവ്വഘട്ടത്തിലുമാണ് എന്നത് ആണ് നമ്മുടെ കൈവശമുള്ള കണക്ക്. മധ്യ ഇന്ത്യ പൂർവ്വഘട്ടത്തിൽ 1100, അതായത് മധ്യ ഇന്ത്യയിൽ പൂർവ്വഘട്ടത്തിൽ 1161 കടുവകളുണ്ട്. പശ്ചിമഘട്ടത്തിലാണെങ്കിൽ 824 കടുവകളുണ്ട്. പശ്ചിമഘട്ടത്തിൽ 824 എന്ന നമ്പർ ഓർക്കണം. ശിവാലിക് മലനിരയിൽ ഗംഗാതടം 804 കടുവകൾ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ കൈവശമുള്ള രാജ്യത്തിൻ്റെ കൈവശമുള്ള കണക്കുകളാണ്. വടക്കിഴക്ക് മലനിരകൾ ബ്രഹ്മപുത്ര മേഖലയിൽ 194, സുന്ദർബൻ മേഖലയിൽ 100. അങ്ങനെയാണ് വടക്കിഴക്ക് മലനിരകളിലെ കടുവകളുടെ എണ്ണം നമ്മുടെ കൈവശമുള്ളത്. ആ ഡാറ്റ കടുവ വർധന നിരക്ക് നമുക്ക് കാണാവുന്നതാണ്. അതിൽ വളരെ വിശദമായി തന്നെയും ആ ഡാറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഉള്ള വളർച്ചാ നിരക്ക് രണ്ടും മുകളിലേക്ക് പോവുകയാണ്. ഇന്ത്യയിലെ വളർച്ചാ നിരക്കും കേരളത്തിലെ വളർച്ചാ നിരക്കും നമുക്ക് കാണാം. അത് കടുവ വർധന നിരക്ക് ഇങ്ങനെയാണ്. 2006 1411 ഉണ്ടായിരുന്നത് 2010 1706 2014 2226, 2018 2967, 2022 3167 എന്നതാണ് കണക്ക്. നമുക്ക് കാണാം. കേരളത്തിലെ കടുവ വർധന നിരക്കും ഇങ്ങനെ തന്നെയാണ്. 2006 46 എന്ന നമ്പറിൽ തുടങ്ങുന്നത്. പിന്നീട് 213 എന്ന നമ്പറിലേക്കാണ് ഇപ്പോൾ കേരളത്തിൽ എത്തി നിൽക്കുന്നത്. വലിയ വർധനയാണ് രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയാണെങ്കിലും കേരളത്തിൻ്റെ സ്ഥിതിയാണെങ്കിലും ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കേരളത്തിലെ കടുവകളുടെ 16 വർഷത്തെ വളർച്ച 363% വളർച്ചയാണ് കടുവകളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമ്മൾ കാണുന്നത്. രാജ്യത്ത് 124% മാത്രമാണ്. രാജ്യത്തെ ഇതിൻ്റെ വർധനയുടെ ശതമാന കണക്കിൻ്റെ ഇരട്ടിയോളം രാജ്യത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
നമുക്ക് കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മേഖലയിൽ 12 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്, 20 ദേശീയ ഉദ്യാനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ കടുവ ഒരു സംരക്ഷിത ജീവി ആയതുകൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള നമ്മുടെ കാര്യങ്ങൾ വിജയിച്ചിട്ടുണ്ട് വലിയ തോതിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. 68 വന്യജീവി സങ്കേതങ്ങളുണ്ട്. കടുവകൾക്കേറെ അനുകൂലമായ വനപ്രദേശങ്ങളാണ് ഈ കേരളം ഉൾപ്പെടുന്ന പശ്ചിമഘട്ട മേഖലയിലുള്ളത് എന്നതുകൂടെ പ്രത്യേകമായിട്ട് കാണണം. അതുകൊണ്ടാണ് ഈ 46-ൽ തുടങ്ങിയിട്ട് 213 വരെ എത്തുന്ന നമ്പർ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടത് 11 പേരാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് എന്ന കണക്ക് കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം 2014 മുതൽ 2024 വരെ കേരളത്തിൽ 5 മരണം മാത്രമാണ്. അതായത് സർക്കാരിൻ്റെ കണക്കുകളിൽ, കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകളിൽ. പക്ഷേ യഥാർത്ഥ കണക്ക് 11 എന്ന് പറയുന്നു. 2015, 18, 2019, 2020, 2023, 2025 വർഷങ്ങളിൽ കേരളത്തിൽ കടുവ മനുഷ്യജീവനെടുത്തു. എന്ന് വെച്ചാൽ ചില വർഷങ്ങൾ മാത്രമാണ് കടുവ നേരിട്ട് ആക്രമിച്ച് മനുഷ്യനെ കൊല്ലാത്ത വർഷങ്ങളുള്ളത്. ഭൂരിഭാഗവും വയനാട്ടിലാണ്. 10 വർഷത്തിനിടെ 8 മരണം നമ്മൾ സമീപകാലത്ത് കുറേ കൂടുതലായിട്ട് കേൾക്കുന്നു. 10 വർഷത്തിനിടെ 8 പേർ മരിച്ചു. ഈ ഭൂരിഭാഗവും കേരളത്തിൽ വയനാട്ടിലാണ് മരണമുണ്ടായത്. വയനാട്ടിൽ 10 വർഷത്തിനിടെ 8 മരണം എന്ന കണക്ക് നമുക്ക് കാണാം. 2015 മരണം 3, കുറിച്യാട് തോൽപ്പെട്ടിയിലാണ് ഉണ്ടായത്. 2019 ഒരു മരണമുണ്ടായി, അത് ബത്തേരിയിലാണ്. 2020 ബസവൻകൊല്ലിയിൽ ഒരാൾ മരിച്ചു. 2023 2 പേർ കൊല്ലപ്പെട്ടു, പള്ളിപ്പുറം, മീനങ്ങാടി എന്നിവിടങ്ങളിൽ. 2025 പഞ്ചാരക്കൊല്ലിയിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അതാണ് ഈ വയനാട്ടിൽ 10 വർഷത്തിനിടെ ഉണ്ടായ 8 മരണങ്ങൾ. കുറിച്യാട്, തോൽപ്പെട്ടി, ബത്തേരി, ബസവൻകൊല്ലി, പള്ളിപ്പുറം, മീനങ്ങാടി, പഞ്ചാരക്കൊല്ലി എന്നിവിടങ്ങളിലായിട്ടാണ് ഈ മരണങ്ങൾ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ തോട്ടം തൊഴിലാളി രാധ കൊല്ലപ്പെട്ടത് നമുക്കറിയാം. വയനാടിന് പുറമെ പത്തനംതിട്ടയിലും തൃശ്ശൂരിലും കടുവ മനുഷ്യജീവൻ എടുത്തിട്ടുണ്ട്. ഇത് സമീപകാലത്തെ കാര്യങ്ങളായതുകൊണ്ട് പത്രത്തിലും ചാനലുകളിലുമൊക്കെ ആയിട്ട് ആളുകൾക്ക് അറിയാവുന്ന വാർത്തകളാണ്. ഇത് വലിയ തോതിൽ ചർച്ചയാവുകയും അതേസമയത്ത് വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. കടുവകളെ പിടികൂടുന്നതിനും മയക്കുവെടി വെക്കുന്നതിനും ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളാണുള്ളത്. കടുവകളെ മനുഷ്യരെ കൊല്ലുന്നുവെന്ന് കണ്ട് കടുവകളെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനും മറ്റും പറ്റില്ല. അതിന് പ്രത്യേകമായുള്ള അതോറിറ്റി നിർദ്ദേശങ്ങളുണ്ട്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുണ്ട്, ആ നിർദ്ദേശങ്ങളുണ്ട്. വയനാടിന് പുറമെ കോന്നി, പത്തനംതിട്ട, അതിരപ്പള്ളി, തൃശ്ശൂർ, തണ്ണീർത്തോട്, പത്തനംതിട്ട എന്നിവിടങ്ങളിലും ആയിട്ട് 3 മരണം ഉണ്ടായിട്ടുണ്ട്. 2018 പത്തനംതിട്ടയിൽ 1, 2019 അതിരപ്പള്ളി, തൃശ്ശൂരിൽ 1, 2020 തണ്ണീർത്തോട്, പത്തനംതിട്ടയിൽ 1. ഈ പറയുന്ന 1 എന്നത് മനുഷ്യൻ്റെ ജീവനാണ് എന്നത് ഓർക്കണം. 3 പേർ അങ്ങനെ വയനാടിന് പുറമെ 2018 തൊട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്. കടുവകളെ പിടികൂടാവുന്ന കടുവകൾ ഇവയാണ്. അതായത് മറ്റ് കടുവകളുമായി സംഘർഷത്തിൽ പരിക്കേറ്റ് നാട്ടിലിറങ്ങുന്ന കടുവകൾ, പ്രായമായതിനാൽ വനത്തിൽ നിന്ന് നാട്ടിലിറങ്ങുന്ന കടുവകൾ, ഇങ്ങനെ 2 തരം കടുവകളെ മാത്രമേ അറ്റാക്ക് ചെയ്യാവൂ അല്ലെങ്കിൽ പിടികൂടാവൂ എന്ന മാർഗ്ഗനിർദ്ദേശമുണ്ട്. കടുവകളെ പിടികൂടുമ്പോൾ പ്രത്യേകം കരുതൽ വേണമെന്ന് കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ എഴുതിവെച്ച പരാമർശമുണ്ട്. കൂടുവെച്ച് കൊടുക്കാനായില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടണം. ഏതെങ്കിലും വിധത്തിൽ കൊന്നുകളയുക, വെടിവെച്ച് കൊന്നുകളയുക എന്നതല്ല. പല നടപടിക്രമങ്ങളുണ്ട്. കടുവയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, നടപടിക്രമങ്ങളുടെ ദൈർഘ്യം ശ്രദ്ധിക്കണം. ഇതെല്ലാം ഓരോ നടപടിക്രമവും കടന്നു പോകുന്നത് ഇത്ര സമയമെടുത്താകണമെന്നതടക്കം അതിനകത്തുണ്ട്. അനുകൂലമായ കാലാവസ്ഥയായിരിക്കണം, പിടികൂടാൻ ആവശ്യമായ ഉപകരണങ്ങളുടെ ലഭ്യത. ഈ 4ാമത്തെ പോയിന്റ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇന്നത്തെ സംഭവത്തിൽ അത് പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. മരുന്നുകളുടെ ലഭ്യത, കൃത്യമായ അളവ്. എന്ന് വെച്ചാൽ ഇതിനെ മയക്കുവെടി വീഴ്ത്തുകയാണെങ്കിൽ അതിൻ്റെ മരുന്നുകളൊക്കെ ഈ വനപാലക സംഘം കൊണ്ടുപോകാനും മറ്റുമുള്ള അളവൊക്കെയുണ്ട്. പ്രധാനം മയക്കുവെടി വെക്കുന്നവരുടെ സുരക്ഷയാണ്. അതായത് ആളുകൾ ഇതിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജീവനാണ് പരമപ്രധാനമായിട്ട് ഈ നമ്മുടെ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളിലും പറയുന്നതെന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതെല്ലാമാണ് ഇന്നത്തെ ഒരു സംഭവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ. എവിടെ വെടിവെക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളുണ്ട്. നമുക്ക് കാണാം, ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടുത്തെ തുടരിൽ വെടിവെക്കണം എന്നതാണ്. അതായത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് വെടിവെക്കുക എന്നുള്ളത്. അതിന് പ്രത്യേകമായ പരിശീലനം ആവശ്യമുണ്ട്. ആ പരിശീലനമുള്ള ആളുകൾ മാത്രമേ ചെയ്യാവൂ. പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അത് കടുവ ഇന്ന സ്ഥലത്താണ് വെടിവെക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങളിലുണ്ട്. കടുവയെ കൊല്ലുന്നതിനാണെങ്കിൽ ഈ കൂടുവെച്ച് പിടികൂടുക എന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. കൊല്ലുന്നതിന് പ്രത്യേക മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. കൊല്ലേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു കടുവയെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്നത് സംബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് ആവശ്യമാണതിന്. അത് നേരെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഉടനെ ഇതിനെ കൊല്ലുക എന്നത് നമ്മുടെ നാട്ടിലെ നിയമം അനുശാസിക്കുന്നില്ല. അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഉത്തരവ് ആവശ്യമാണ്. കടുവ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, കൊല്ലണം എന്നതിന് ഈ ഉത്തരവ് വളരെ ആവശ്യമായിട്ടുള്ളതാണ്. ഇത്രയുമാണ് അതിൻ്റെ കാര്യങ്ങൾ. വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയിട്ട് മാത്രമേ കടുവയെ കൊല്ലുക അല്ലെങ്കിൽ പിടികൂടുക എന്ന കാര്യങ്ങൾ ചെയ്യാനാവുകയുള്ളൂ. ഇപ്പോൾ ഹർഷൻ ഇതിൻ്റെ നാട്ടിലെ നിയമങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ഹർഷൻ്റെ നാട്ടിലാണ്, അറിയാവുന്ന സ്ഥലമാണ്, നേരിട്ടറിയാവുന്ന നാട്ടിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ആ വിഷ്വൽ കണ്ടാൽ തന്നെ അങ്ങ് ബേജാറായി പോകും. കാരണം അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. ഇത് കണ്ടപ്പോൾ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ടതൊരു കാര്യം എന്താ?
അല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാരണവശാലും കടുവയെ കൊല്ലരുത് എന്ന് തന്നെയാണ് നിയമം അനുശാസിക്കുന്നത്. അതിൻ്റെ ഒരു സാധ്യതയും ആ നിലയ്ക്ക് കൊല്ലാവുന്ന ഒരു സാധ്യതയും പ്രയോജനപ്പെടുത്തരുത്, ആ നിലയ്ക്കല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഒന്നാമത് പറയുക. പക്ഷേ സ്വാഭാവികമായും മനുഷ്യനും മൃഗങ്ങളും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റു മാർഗവുമില്ല. അതുതന്നെയാണ് അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ ക്ലിയറാണ്. അതായത് ഇനി സംഭവിക്കാൻ പോകുന്നത് അറിയാമല്ലോ, ഈ കടുവയെ വെടിവെച്ച് കൊന്നതിൻ്റെ അന്വേഷണമാണ് ഇനി തുടർന്ന് അങ്ങോട്ട് നടക്കുക. ആ വെടിവെച്ച് കൊന്നതിൻ്റെതായ സാഹചര്യം എന്താണ് എന്ന് ഇത് ഓരോ കാര്യവും വളരെ ദീർഘമായി ഇവർ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ. ആ അന്വേഷണം അത് ഈ പറഞ്ഞ രണ്ട് തലത്തിലുമുള്ള, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള അന്വേഷണം പ്രത്യേകം ആ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഇതിൽ ഈ കടുവയെ വെടിവെച്ച് കൊല്ലുമ്പോൾ നമ്മൾ അവർ വളരെ വിശദമായി തന്നെ പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതായത് ആ ഡോക്ടറെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, മുന്നിൽ പോയ മനു എന്ന വ്യക്തിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, മനുവിൻ്റെ ഷീൽഡ് അടിച്ച് താഴെ കളയുന്നു, ഹെൽമെറ്റ് അടിച്ച് താഴെ കളയുന്നു. ഇത് ദൃശ്യങ്ങളിൽ കാണാം നമുക്ക്. സത്യത്തിൽ ഈ മനുവിന് വെടിയേൽക്കുമോ എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമ്മൾ തോന്നിപ്പോയത്. കാരണം മനുവിന് തൊട്ട് പിന്നിൽ നിന്നിട്ടാണ് ഈ കടുവയ്ക്ക് നേരെ വെടിയുതിർക്കുന്നത്. തൊട്ടടുത്ത് മനുവിൻ്റെ തോളിന് മീതെ കൂടിയാണ് കടുവയ്ക്ക് വെടിയേൽക്കുന്നത്. അത്രയ്ക്ക് സാഹസികമായ ഒരു രംഗം തന്നെയാണ് ആ കണ്ടത്. അതെ, അതായത് മനുവിന് തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആളാണ് വെടിവെക്കുന്നത്. അപ്പോൾ അത്രയും സങ്കീർണമായ സാഹസികമായ ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നുപോയത്. എന്തായാലും ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കടുവ ചത്തു. പക്ഷേ ഇതിലൊരു പ്രശ്നം, ആ കടുവയെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ അവിടെ കൂടി നിന്ന ആളുകളെ ശ്രദ്ധിച്ചോ? ആ ആളുകൾ ആഹ്ലാദിക്കുകയാണ്, ആ ആളുകൾ കൊണ്ടുപോകാൻ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ ഒരു കടുവ വെടിയേറ്റ് വീഴുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു ജീവി വെടിയേറ്റ് വീഴുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും. പക്ഷേ ആ കൊന്ന കടുവയെ കൊണ്ടുപോകുന്നത് ആളുകൾ ആഘോഷിക്കുകയാണ്. അങ്ങനെ ആഘോഷിക്കേണ്ട സാഹചര്യം എന്താണ്? അത് ഈ പറയുന്നത് പോലെ കൃത്യമായ നിയന്ത്രണത്തിന് ഇത് വല്ലാതെ പെരുകുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മാർഗങ്ങൾ എന്തെല്ലാമാണ്, ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ല എന്ന് തന്നെയാണ് എപ്പോഴും പറയുക. ഇക്കാര്യത്തെക്കുറിച്ചൊരു ചർച്ച ഉയർന്നാൽ ഉടൻ തന്നെ സ്വാഭാവികമായും തീവ്ര പരിസ്ഥിതിവാദികളായിക്കോട്ടെ, പൊതുവെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ആയിക്കോട്ടെ, അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വനശോഷണമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പ്രായമായ കടുവകൾ വേട്ടയാടാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നതൊക്കെ ആവും. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്ത് നോക്കൂ, എല്ലാ കടുവകളും അങ്ങനെ പരുക്ക് പറ്റി വരുന്നവരല്ല, പ്രായമായി വരുന്നതല്ല. അല്ലാത്ത കടുവകളും നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വയനാട്ടിലൊക്കെ നോക്കിയാൽ ഇത് കാലിന് പരിക്കേറ്റു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ആരോഗ്യവാനായ നല്ല കരുത്തനായ ഒരു വലിയ കടുവയാണ്. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ തന്നെ ഈ പ്രദേശത്ത് തന്നെ ഇതിൻ്റെ പൊതുവെ ഇതിൻ്റെ ഒരു കണക്കുകൾ, നമ്മൾ കേരളത്തിലെ കടുവകളുടെ കണക്ക് നമ്മൾ അവിടെ പറഞ്ഞു. അത് കുറച്ചുകൂടെ സൂക്ഷ്മമായെന്ന് നിരീക്ഷിച്ചാൽ കേരളത്തിലെ ആകെ വനമേഖല എന്ന് പറയുന്നത് ഏതാണ്ട് 11,524 സ്ക്വയർ കിലോമീറ്ററാണ്. അതായത് ഏതാണ്ട് 29.66% കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 30% ഇത് വരും. അപ്പോൾ കേരളത്തിലെ കടുവകളുടെ എണ്ണം എത്രയാണ്? 213. ഒരു കടുവയ്ക്ക് വേണ്ട സ്ഥലം എത്രയാണ്? അത് ഒരു മെയിൽ കടുവയാണെങ്കിൽ, ആൺകടുവയാണെങ്കിൽ 20 മുതൽ 60 സ്ക്വയർ കിലോമീറ്റർ വേണം. ഒരു പെൺകടുവയാണെങ്കിൽ 10 മുതൽ 30 സ്ക്വയർ കിലോമീറ്റർ വരെ വേണം. അപ്പോൾ അത്രയും വിശാലമായ ഒരു സ്ഥലം വേണം. കടുവ ഒറ്റയ്ക്ക് നടക്കുന്ന കക്ഷിയല്ല, കൂട്ടായി നടക്കുന്ന കക്ഷിയല്ല, ഒറ്റയ്ക്ക് നടക്കുന്ന ആളാണ് കടുവ എന്ന് പറയുന്നത്. അപ്പോൾ ശരാശരി ഒരു 30 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഒരു കടുവയ്ക്ക് വേണം, ഒരു കടുവയ്ക്ക് ജീവിച്ചു പോകാൻ. നമ്മുടെ വനമേഖലയുടെ നമ്മുടെ വനമേഖലയുടെ കണക്ക്. അപ്പോൾ ശരാശരി 30 സ്ക്വയർ കിലോമീറ്റർ വേണം. 213 × 30 എത്രയാണ്? 6390 സ്ക്വയർ കിലോമീറ്റർ കടുവയ്ക്ക് താമസിക്കാൻ വേണം. അതായത് ഒരു കടുവയുടെ ഒരു ടെറിട്ടറി എന്ന് പറയുന്നത് അതിന് സംരക്ഷിച്ച് അവിടെ നിന്ന് പോകാൻ. കടുവ അല്ലാതെ യാത്ര ചെയ്യുന്ന ജീവി തന്നെയാണ്. 100-200 കിലോമീറ്ററൊക്കെ അത് സഞ്ചരിച്ച് കളയും വേണമെങ്കിൽ. പക്ഷേ കടുവയുടെ ടെറിട്ടറിയിൽ ആണ് അത് ജീവിക്കുക. കൂടുതൽ ടെറിട്ടറി പിടിച്ചെടുക്കാനൊക്കെ നോക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കക്ഷിയാണ്. പക്ഷേ എന്നാൽ പോലും കടുവയ്ക്ക് ഇത്രയും സ്ഥലം വേണം. അങ്ങനെ നോക്കിയാൽ പെരിയാർ ടൈഗർ റിസർവിൽ, ഇതിപ്പോൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ പരിസരത്തുള്ള ഒരു പ്രദേശമാണ്. പെരിയാർ ടൈഗർ റിസർവിൽ ആകെ ഉള്ള ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 925 സ്ക്വയർ കിലോമീറ്ററാണ്. അവിടെയുള്ളത് 40 മുതൽ 45 വരെ കടുവകളാണ്. 45 കടുവകൾക്ക് 30 സ്ക്വയർ കിലോമീറ്റർ വെച്ച് നോക്കിയാൽ 1350 സ്ക്വയർ കിലോമീറ്റർ കടുവയ്ക്ക് അവൻ്റെ ടെറിട്ടറി രൂപീകരിച്ച് ജീവിക്കാൻ വേണം. പക്ഷേ അവിടെ ആകെ ഉള്ളത് 925 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമാണ്. ഇവർ പറയും തമിഴ്നാട്ടിലെ കടുവ ഇങ്ങോട്ട് വന്നതാണ്, ഇവിടുത്തെ കടുവ തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ്. മറ്റേ മണിയാശാൻ ഇടയ്ക്ക് പറയാറില്ലേ, അവിടെ വിരുന്ന് പോയ മാമനെയും മച്ചാനെയും കാണാൻ വേണ്ടിയിട്ട് കടുവ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ആന ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്ന
പറയുന്ന ആ തമാശ യഥാർത്ഥത്തിൽ അതിങ്ങനെ അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ വനശോഷണമോ മറ്റെന്തെങ്കിലുമോ ഒക്കെ സംഭവിച്ചിട്ടായിരിക്കുമല്ലോ കടുവ വരുന്നത്. പക്ഷേ നമ്മുടെ തൊട്ടപ്പുറത്തെ അതിർത്തി നോക്കൂ, തമിഴ്നാടിൻ്റെ ആ മേഖലയിലും വനത്തിന് ശോഷണമല്ല സംഭവിക്കുന്നത്, വനവിസ്തൃതിയാണ് ഉണ്ടാകുന്നത്. ഇപ്പുറത്തേക്ക് അപ്പോൾ കടുവകൾ വരുന്നതിന് മറ്റു കാരണങ്ങളുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇത് പെരുകുന്നു എന്നുള്ളതാണ്. ഈ 2005 45-46 കടുവകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് 213 എന്നുള്ളൊരു കണക്കിലേക്ക് വന്നത് തന്നെ വലിയ വർധന കടുവകൾക്കുണ്ടായിട്ടുണ്ട്. വനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ വനശോഷണമല്ല, വനം വർദ്ധിക്കുക തന്നെയാണ് കേരളത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം സനീഷ, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പറമ്പിക്കുളം പോട്ടെ, വയനാട് ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് വയനാട് മേഖലയിലാണല്ലോ. വയനാട്ടിൽ 344.44 സ്ക്വയർ കിലോമീറ്ററാണ് ആകെ വനം. അവിടെയുള്ള കടുവകളുടെ എണ്ണം 30 ആണ്. 30 × 30 എത്രയാണ്? 900 സ്ക്വയർ കിലോമീറ്റർ. അതായത് 344.44 സ്ക്വയർ കിലോമീറ്റർ അവിടെ വനമുള്ളൂ. അപ്പോൾ ഈ കടുവയ്ക്ക് എന്നാൽ ഇപ്പോൾ കടുവയുടെ വേറൊരു സാഹചര്യം എന്താണ്? നാട്ടിൽ ഇഷ്ടം പോലെ വന്യമൃഗത്തെ കിട്ടാനുണ്ട്. ഇത് പ്രൊഡക്റ്റേഴ്സ് ആണല്ലോ കടുവകൾ. കടുവയ്ക്ക് പിടിച്ചു തിന്നാൻ കഴിയുന്ന മാനുകളോ അല്ലെങ്കിൽ പന്നികളോ ഒക്കെ നാട്ടിലേക്കും കിട്ടാനുണ്ട് എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ കടുവ ഇറങ്ങി വരുന്നതിൻ്റെ കൃത്യമായ കാരണം ജനങ്ങളോട് വെളിപ്പെടുത്തേണ്ടതുണ്ട്, അത് സർക്കാർ വെളിപ്പെടുത്തേണ്ടതുണ്ട്, വനം വകുപ്പ് വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഈ കണക്കുകൾ വെച്ച് ആളുകൾ പ്രതിരോധിക്കുമ്പോൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് സമഗ്രമാണത്, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അർഷണി പറഞ്ഞതുപോലെ പിന്നെ എൻ്റെ കയ്യിലൊരു കണക്കിൽ 8 വർഷത്തിനിടെ മാത്രം 979 മനുഷ്യർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മുഴുവൻ വന്യജീവികളുടെയും, കടുവയുടെ മാത്രമല്ല. 8728 മനുഷ്യർക്ക് പരിക്കേറ്റു, 4824 കാലികൾക്ക് പരിക്കേറ്റു. 8 വർഷത്തിനിടെ 98 കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് നൽകേണ്ടി വന്നത്. ഇതിൽ ഏതാണ്ട് പകുതി 10-35 ലക്ഷം കോടി രൂപ മാത്രമാണ് ഈ മുൻകരുതൽ നടപടികൾക്ക് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ ഈ വിഷ്വലിൽ തന്നെയുള്ള ഹർഷണം ഇത് കാണുമ്പോൾ നമ്മൾ ബേജാറായി പോകും. കാരണം വെച്ചാൽ മനുഷ്യനും ഈ വന്യമൃഗവും അതിശക്തനായുള്ള വന്യമൃഗവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണല്ലോ നമ്മൾ കണ്ടത്. ആ വിഷ്വലിൽ എനിക്ക് തോന്നുന്നു വളരെ ഒരു 5-6 സെക്കൻഡിലേക്ക് മാത്രമുള്ള വിഷ്വലാണ് നമ്മുടെ ക്യാമറയിൽ മാത്രമായിട്ട് പതിഞ്ഞത്. മറ്റുള്ളവർക്ക് അത് അങ്ങനെ ഇതായിട്ട് കിട്ടിയില്ല. അപ്പം തന്നെ ആ മുന്നിലേക്ക് വരുന്ന അതിൻ്റെ തല കാണുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ്. ഒരു ഇഞ്ച് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ ഒരു കൊലപാതകമോ അത് മറ്റും നടത്തിയത് അവിടെ. അതിന് ആ നിലക്ക് കാര്യങ്ങൾ നോക്കേണ്ടതില്ല. അതുകൊണ്ട് ഇതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഇതുവരെയുള്ള ഡാറ്റകളും അല്ലെങ്കിൽ ഇതുവരെയുള്ള ഇതിൻ്റെ കടുവകളെ ഇങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മാറി ചിന്തിക്കണമോ എന്ന കാര്യം കൂടെ ആലോചിക്കേണ്ടത്. കേരളത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും ജനസാന്ദ്രമായ ഒരു പ്രദേശമാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ 54% വനമേഖലയുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ വനമേഖല ഈ ഇത്രയും കടുവകൾക്ക് തികയുന്നതല്ല എന്നുള്ള അതാണ്. അത് മാത്രമല്ല, ഇപ്പോൾ 2018 ഇപ്പം കാട്ടിനകത്ത് ചൂട് കൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്, കാലാവസ്ഥ മാറ്റാണെന്നൊക്കെ പറയും. 2018 പ്രളയത്തിൽ നല്ല തണുപ്പുണ്ടായിരുന്ന സമയത്തും ഇത് വന്ന് 5-8 ആളുകളെ കൊന്നിട്ടാണ് പോയത്. അപ്പോൾ ശരിക്കും കഴിഞ്ഞ 8 വർഷത്തിനിടെ മാത്രം 979 മനുഷ്യരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 8728 മനുഷ്യർക്ക് പരിക്കേറ്റു, 4824 കാലികൾക്ക് പരിക്കേറ്റു. 8 വർഷത്തിനിടെ 98 കോടി രൂപയാണ് നഷ്ടപരിഹാരം മാത്രമായിട്ട് നൽകിയത്. കുറെ കൂടി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി കടുവയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യ ജീവനെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആവശ്യപ്പെടേണ്ടത്. മുടക്കാനുള്ള പണത്തിനല്ല ക്ഷാമം, എന്തു ചെയ്യണം എന്ന ആശയങ്ങൾക്കാണ് എന്ന് തോന്നും ഇതൊക്കെ കാണുമ്പോൾ. ഇന്നത്തെ പോലെ കടുവകളോട് മുഖാമുഖം നിന്ന് പോരാടേണ്ടി വരുന്ന സാഹചര്യം മനുഷ്യർക്കുണ്ടാകുന്നത് ഒട്ടും ആശാസ്യമായ കാര്യമല്ല എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ട് കടുവകളും ആനകളും മുൻകാലങ്ങളെക്കാൾ കൂടുതൽ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു എന്നത് ശാസ്ത്രീയമായി പഠിച്ച് അതിന് അന്തിമ പരിഹാരം ഇനിയും വൈകാതെ ഉണ്ടാകുമെന്ന് RDX പ്രതീക്ഷിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്